ഇന്നുച്ചയ്ക്ക് 2:30 കൂടിയാണ് കോവൂരിന് സമീപത്ത് നിന്ന് യുവാവിനെ 58 ഗ്രാം MDMA എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാൾ താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി മിർഷാദ് മസ്താൻ എന്ന് വിളിപ്പേരുള്ള മിർഷാദിനെയാണ് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. എക്സൈസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. റോഡ് സൈഡിൽ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് എക്സൈസ് സംഘം വന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ പോക്കറ്റിലായിരുന്നു ഈ MDMA സൂക്ഷിച്ചിരുന്നത്. കസ്റ്റഡിയിലെടുത്ത ഉടനെ തന്നെ MDMA പരിശോധിച്ചു. 58 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. താമരശ്ശേരി സ്വദേശിയാണ് ഇയാൾ. താമരശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പനക്കാരിൽ ഒരാളാണെന്നാണ് എക്സൈസ് പറയുന്നത്. എക്സൈസിൻ്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണിത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ MDMA ഉപയോഗിച്ച് മരിച്ച ഷാനിദിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഇന്ന് പിടിയിലായ മിർഷാദ്. അതുമാത്രമല്ല, ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താമരശ്ശേരിയിൽ അടുത്തിടെ ഉണ്ടായ 2 കൊലപാതകങ്ങളുണ്ട്. ഒന്ന് ആഷിഖ്, അതുപോലെ യാസിർ. ഇയാളിൽ നിന്നാണോ ഈ പറയുന്ന 2 പേര് MDMA വാങ്ങിയത് എന്നത് അടക്കമുള്ള സംശയങ്ങളുമുണ്ട്. അതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട താമരശ്ശേരിയിൽ പ്രധാനമായി MDMA വിൽക്കുന്ന പ്രധാനികളിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മിർഷാദ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇന്ന് വിൽപ്പനക്കായി എത്തിച്ച 58 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. സമീപകാലത്ത് എക്സൈസിൻ്റെ വ്യാപകമായ ഒരു പരിശോധനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി കേസുകൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു MDMA വേട്ട കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഡാൻസ് ഓഫിൻ്റെയും എല്ലാം നിരന്തരമായിട്ടുള്ള പരിശോധനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ പുതുതായി മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യിക്കുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ അനൂപ് ചീക്കോടിനൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 കോഴിക്കോട്.